ഹായ് ഗായ്സ്, എൻ്റെ പേര് ലവീന. നിങ്ങൾ എൻ്റെ ചാനൽ കുറേ പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും. എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, നമ്മുടെ ലൈഫിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടായാലും നമ്മളതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് നീങ്ങണം. നമുക്ക് ചിലപ്പോൾ ആരും ഉണ്ടാവില്ല നമ്മുടെ കൂടെ, നമ്മൾ ഒറ്റയ്ക്കായിരിക്കും നമ്മുടെ ജീവിതത്തിൽ. പക്ഷേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ സങ്കടപ്പെട്ടിരിക്കാനോ അല്ലെങ്കിൽ നമുക്ക് ആരുമില്ല എന്നുള്ളൊരു ഇതിൽ നമ്മൾ അങ്ങനെ മനസ്സ് തകർന്നിരിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളുടെ ബലം എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. ഈ ഒരു സ്ത്രീക്ക് ഈ സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ അവൾക്ക് അവളുടേതായ ഒരു ധൈര്യം, മനസ്സിനുള്ളൊരു ധൈര്യം ഉണ്ടാവണം. ആ ഒരു ധൈര്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്തെല്ലാം സംഭവിച്ചാലും നമുക്ക് അത്ര ധൈര്യത്തോടു കൂടി നമുക്ക് ഏത് പ്രതിസന്ധി ഉണ്ടായാലും നമുക്കത് തരണം ചെയ്യാൻ പറ്റും. ഒരു പെണ്ണ് ഒറ്റയ്ക്കാണ്, അല്ലെങ്കിൽ ആ പെണ്ണിന് ഒരു സഹായത്തിന് ഒരാളില്ല എന്ന് കാണുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നേരിടേണ്ടി വരും. അങ്ങനെയുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ അതിന് വേറെ പല അർത്ഥങ്ങളും കാണും. അല്ലെങ്കിൽ കുറേ നമുക്ക് കുറേ തകർച്ചകളും കുറേ ബുദ്ധിമുട്ടുകളും കുറേ പ്രതിസന്ധികളൊക്കെ വരും എന്ന് പറഞ്ഞ് നമ്മൾ തളർന്നു പോവുകയാണ്. അയ്യോ, എനിക്കത് പറ്റില്ല, അവരെന്ത് വിചാരിക്കും, അങ്ങനെ ഇങ്ങനെ നമ്മൾ ഓരോന്ന് ചിന്തിച്ച് നമ്മുടെ ആ മനസ്സിനെ നമ്മൾ താഴ്ത്തിക്കെട്ടാണ്ട് നമ്മൾ ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോവാം. കാരണം നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അല്ലാതെ നമ്മൾ മാറിയിരിക്കുകയോ അല്ലെങ്കിൽ നമ്മളെ സമൂഹം എന്ത് കരുതുമെന്ന് വിചാരിച്ച് ഒഴിഞ്ഞു മാറി നിൽക്കുകയൊന്നുമല്ല നമ്മൾ വേണ്ടത്. കാരണം ഈ ലോകത്തിൽ ദൈവം എല്ലാവരെയും ഒരുപോലെയാണ് സൃഷ്ടിച്ചത്. അല്ലാതെ പലർക്കും പല രീതിയിലൊന്നുമല്ല. മുഖച്ഛായ എല്ലാം വ്യത്യാസം ഉണ്ടാകും, പക്ഷെ നമ്മളെല്ലാവരെയും സൃഷ്ടിച്ചത് ദൈവം തന്നെയാണ്. ദൈവത്തിന് നമ്മളൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി അനുസരിച്ചാണ് ദൈവം നമ്മളെ കൊണ്ടു നടക്കുന്നത്. അപ്പോൾ ദൈവം എന്ന് പറയുന്ന ആ ഒരു ശക്തി എന്ന് പറയുന്നത് നിസ്സാരമല്ല, അതൊരു വലിയ ശക്തി തന്നെയാണ്. ആ ശക്തി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ തളർന്നു പോവില്ല. തളർന്നു പോകുന്ന നേരം ധൈര്യം തരാനായിട്ട് ആ ശക്തി ഉണ്ടാകും. ഇപ്പോൾ എൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാനും എൻ്റെ കുഞ്ഞും ഒറ്റയ്ക്കാണ് എന്ന് പറഞ്ഞ് ഞാൻ തളർന്നിരിക്കുകയല്ല ഞാൻ ചെയ്യുന്നത്. ഞങ്ങൾക്ക് സഹായിക്കാൻ ആരും ഉണ്ടാവില്ലായിരിക്കും. സമൂഹം ഞങ്ങൾ ഒറ്റപ്പെടുത്താം, അല്ലെങ്കിൽ വേറൊരു തരത്തിൽ കാണുകയും ചെയ്യാം. പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തളർന്നിരുന്ന് എൻ്റെ കാര്യങ്ങൾ, എൻ്റെ കടമകൾ ചെയ്യാണ്ടിരുന്ന അത് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ വഞ്ചനയായിരിക്കും എന്നോട് തന്നെ. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ഇപ്പോൾ വീട് താമസിക്കാനുള്ളത് എടുത്തത്, എൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കാനുള്ള കാര്യങ്ങൾ നോക്കുന്നത്. മാത്രവുമല്ല, എനിക്ക് ഭക്ഷണം ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാനപ്പോൾ അതെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഞാനത് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നുണ്ട്. എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു. ഇത് മാത്രവുമല്ല, എനിക്ക് ഇതുവരെ എനിക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇപ്പം ഞാൻ ഒറ്റപ്പെട്ടപ്പോൾ എനിക്കത് ചെയ്യാൻ സാധിച്ചു. ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല എനിക്കിങ്ങനെ ഒരു അവസ്ഥ വരുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകുമെന്നോ ഞാൻ വിചാരിച്ചിരുന്നില്ല. പക്ഷേ അതെല്ലാം ഇപ്പം എനിക്ക് തരണം ചെയ്യാൻ പറ്റി. ഇപ്പോൾ എനിക്ക് എൻ്റെ രീതിയിൽ എനിക്ക് ജീവിക്കാനും ഒരു സ്വന്തം സ്റ്റാൻഡിൽ നിൽക്കാനായിട്ട് ഇപ്പോൾ എനിക്ക് സാധിച്ചു. എൻ്റെ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ പാഷൻ ഞാൻ വിട്ടിട്ടില്ല. ഞാനിതിപ്പോൾ പല സ്ഥലങ്ങളും പല ഭക്ഷണങ്ങളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു, കുറേ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്തതൊക്കെ കാണിച്ചു തന്നു. ഇപ്പോഴും ഇനിയും ഞാൻ പോകും. ഭാവിയിലാണെങ്കിലും ഞാൻ ഇനിയും സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ പോകും. അപ്പം നമ്മളെന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങൾ നമ്മൾ ഉള്ളിലിരുന്ന് വിഷമിച്ച് അതിനൊരു കൂട്ടിലിട്ട കിളിയുടെ പോലെ അടച്ചു വെക്കാണ്ട് നമ്മൾ തുറന്നു വിടാം. എല്ലാവരും ഈ സമൂഹത്തിൽ ജീവിക്കുന്നത് അവരവരുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പോൾ പുറത്തൊക്കെ ആണെങ്കിൽ പ്രശ്നമില്ല, പക്ഷെ നമ്മുടെ നാട്ടിലെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇല്ലതാണ്. അതായത് അങ്ങനെ പെൺപിള്ളേർ അങ്ങനെ ഇറങ്ങി നടക്കുന്നതും പിടിക്കുന്നതും എക്സ്പ്ലോർ ചെയ്യുന്നതും ഒക്കെ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഞാൻ പണ്ടത്തെ കാര്യം ഉദ്ദേശിച്ചത്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ എല്ലാ പെൺപിള്ളേരും എക്സ്പ്ലോർ ചെയ്യാനും അവരുടെ കോൺഫിഡൻസ് അവർ തിരിച്ചെടുത്ത് അവർ സമൂഹത്തിലേക്ക് ഇറങ്ങുകയാണ്. എനിക്ക് നിങ്ങളോട് ഒരു കാര്യമേ പറയാനുള്ളൂ, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് കളയരുത്. അത് മാത്രവുമല്ല, നമുക്ക് നമ്മളിൽ തന്നെ ഒരു വിശ്വാസം വേണം, നമുക്ക് തന്നെ ഒരു നല്ല ധൈര്യം വേണം. ധൈര്യം ഉണ്ടെങ്കിൽ മാത്രം, നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റുള്ളൂ. ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എന്ത് വേണമെങ്കിലും കരുതിക്കോട്ടെ, പക്ഷേ നമുക്കറിയാം നമ്മൾ ആരാണ്, നമ്മൾ എന്താണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ എല്ലാവരും ആ രീതിയിൽ വേണം ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനും കാണുവാനുമായിട്ട്. ഒരിക്കലും തളർന്നിരിക്കാതെ നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങി നമ്മുടെ കാര്യങ്ങൾ അന്തസ്സായി ധൈര്യപൂർവ്വം നേരിടാം. മാത്രവുമല്ല,
ദൈവം എന്ന് പറയുന്ന ആ ഒരു വലിയ ശക്തിയിൽ നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ എന്ത് പ്രതിസന്ധി നമ്മുടെ മുമ്പിലുണ്ടായാലും നമുക്കത് തരണം ചെയ്യാൻ പറ്റും. ഇപ്പം അതിനൊരു ഉദാഹരണമാണ് ഞാൻ. ഇപ്പം എൻ്റെ കൂടെ എൻ്റെ കൂട്ടെന്ന് പറയുന്നത് എൻ്റെ ദൈവം മാത്രമാണ്. പക്ഷേ ആ ദൈവത്തിൻ്റെ സാന്നിധ്യമെല്ലാം കൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങളോടെല്ലാം എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ, ദൈവത്തോട് നല്ലോണം പ്രാർത്ഥിക്കുക. നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് നിങ്ങൾ വീണ്ടെടുക്കുക. നിങ്ങൾ ഇറങ്ങുക, ധൈര്യപൂർവ്വം ഇറങ്ങുക. എന്ത് സംഭവിച്ചിട്ടും നിങ്ങൾ ഇറങ്ങുക. നിങ്ങൾ ഇറങ്ങിക്കഴിയുമ്പോഴാണ് നിങ്ങളത് പഠിക്കുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും തളർന്ന് മനസ്സ് തകർന്ന് സങ്കടപ്പെട്ടിരിക്കാതെ ഇറങ്ങി നിങ്ങളുടെ ഡ്രീംസിന് നിങ്ങൾ വിങ്സ് കൊടുക്കുക. നിങ്ങളുടെ ഡ്രീംസിന് വിങ്സ് കൊടുത്താൽ എല്ലാം മാറും. എല്ലാം മാറും എന്ന് പറഞ്ഞാൽ എല്ലാം മാറും. താങ്ക് യു.